ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. പത്മപുരാണത്തിൽ പറഞ്ഞിട്ടുള്ള ഭാഗവത മഹാത്മ്യത്തിൽ ശ്രീനാരദ മഹർഷിയും ഭക്തിദേവിയും തമ്മിലുള്ള ഒരു സംവാദത്തിൽ ശ്രീനാരദ മഹർഷി പറയുന്നു, ഈ യുഗം മഹാഭയം ജനിപ്പിക്കുന്ന കലിയുഗമാണ്. കലിയുഗത്തിൻ്റെ പ്രഭാവം കൊണ്ട് യോഗമാർഗവും സദാചാരവും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ജനങ്ങളെല്ലാം വഞ്ചനകളും ദോഷപ്രവൃത്തികളും ചെയ്യുന്നത് കാരണം അസുര സ്വഭാവമുള്ളവരായി മാറിയിരിക്കുന്നു. സജ്ജനങ്ങൾക്ക് എപ്പോഴും ദുഃഖവും ദുർജനങ്ങളൊക്കെ സന്തോഷിക്കുകയും ചെയ്യുന്നു എന്നാണ് നാരദ മഹർഷി പറഞ്ഞത്. കൂടാതെ അദ്ദേഹം ഇതും കൂടെ പറയുന്നു, സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് സത്യലോകം, സത്യലോകത്തേക്കാൾ ശ്രേഷ്ഠമാണ് വൈകുണ്ഠലോകം, വൈകുണ്ഠത്തേക്കാൾ ശ്രേഷ്ഠമാണ് ഭൂമിയിലുള്ള വൃന്ദാവനം. അദ്ദേഹം ഇത് 5000 വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞതായിട്ടാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഇപ്പോഴും അത് 100% സത്യമെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ വൃന്ദാവനത്തിൽ പോകുമ്പോൾ അവിടെ ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞിരിക്കുന്നു എന്ന് ആ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. കൂടാതെ ഇപ്പോഴും കാണാം നമുക്ക് ആ യമുനാ നദിയും ഗോവർദ്ധന പർവ്വതവും ഭഗവാന് ഗോവിന്ദാഭിഷേകം നടന്ന ആ സ്ഥലവും പിന്നെ രാസലീലയാടിയ നിധിവനവും ഭഗവാനെ യശോദാമ്മ ഉരുളിൽ കെട്ടിയിട്ട ആ സ്ഥലവും ഒക്കെ ഇപ്പോഴും വൃന്ദാവനവാസികൾ വളരെ ഭംഗിയായിട്ട് അവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മളിപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ ഹായ് ഹലോ ഇതൊക്കെയല്ലേ പറയാറുള്ളത്. പക്ഷേ വൃന്ദാവനവാസികൾക്ക് ഇതൊന്നും അറിയില്ല. അവർ രാധേ രാധേ, നമ്മളിപ്പോൾ ഒരു സാധനം എന്തെങ്കിലും വാങ്ങി നന്ദി പറയുന്നതിന് വരെ രാധേ രാധേ. അവർക്ക് ഈ വൃന്ദാവനേശ്വരി എന്നറിയപ്പെടുന്നത് ശ്രീമതി രാധാറാണിയാണ്. അവർക്ക് ഈ രാധേ രാധേ എന്നുള്ള ഈ ഒരു നാമം മാത്രമേ അറിയുള്ളൂ. രാധാറാണിയിലൂടെ മാത്രമേ ഭഗവാനിലേക്ക് എത്താൻ പറ്റൂ എന്നാണ് വൃന്ദാവനവാസികളുടെ വിശ്വാസം. എപ്പോഴും നമ്മൾ അടിക്കടി ഭഗവാനെ ഓർക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴും വൃന്ദാവനത്തിലുള്ളത്. നാരദ മഹർഷി അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും സത്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. ഒരുപാട് പരിഷ്കാരങ്ങളൊന്നും വന്ന് ഭവിച്ചിട്ടില്ലാത്തൊരു ഗ്രാമമാണ് ഇപ്പോഴും വൃന്ദാവനം എന്നുള്ളത്. ഭഗവാൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പരമാത്മ ചൈതന്യമാണ് എന്ന് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഓർമ്മയുണ്ടെങ്കിലും വൃന്ദാവനം കാണുമ്പോൾ എന്തോ വളരെ ദുഃഖമാണ്. കാരണം യമുനാ നദിയും ഗോവർദ്ധന പർവ്വതവും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഭഗവാൻ എങ്ങോ പോയി എന്ന് അറിയാതെ മനസ്സ് പറഞ്ഞിങ്ങനെ കരയുന്ന ഒരവസ്ഥയാണ്. അവിടെ എത്തിയാലേ അതിൻ്റെ ആ ഒരു മഹാത്മ്യം മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ വൃന്ദാവനത്തിൽ എത്താൻ സാധിക്കാത്തവർക്ക് വൃന്ദാവനത്തിൽ എത്താൻ വേണ്ടിയാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം കേട്ടോ. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക, അവിടെ എത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി തരണേന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ടും ഭഗവാൻ അത് സാധിച്ചു തരും. അപ്പോൾ എല്ലാവർക്കും അവിടെ എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.